ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതാണ് എൻ്റെ എഡിൻബ്ര ട്രിപ്പ് സെക്കൻഡ് വീഡിയോ വ്ളോഗ്. ഫസ്റ്റ് ഡേ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മേക്ക് ഷുവർ ടു ചെക്ക് ഇറ്റ് ഔട്ട് ബിഫോർ ഓർ ആഫ്റ്റർ വാച്ചിങ് ദിസ് വൺ. ഫസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ദൂരെ കാണുന്നത്. ബസ്സിൽ നിന്നുള്ള വ്യൂ ആണിത്. ഈ ട്രിപ്പ് കൂടുതലും ബസ് തന്നെ യൂസ് ചെയ്ത്, പിന്നെ എല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഞങ്ങൾ നടന്നു തന്നെ പോയത്. ഇതാണ് എഡിൻബ്രയിലെ പ്രശസ്തമായ ആർതർ സീറ്റ്, ഒരു പഴയ അഗ്നിപർവ്വതം. ഇപ്പോൾ ഇത് ഇങ്ങനെ സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്ന ഹയർ സ്പോട്ടാണ്. ക്ലൈംബ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ട്രയൽ കുറച്ച് ഈസി ആയിരുന്നു. സ്റ്റോൺ ലൈഡ് പാത്സ് ഉണ്ട്, സൈഡ് ഫുള്ള് ഗ്രീനറി. താഴേന്ന് കാണിച്ച ആവേശമൊന്നും കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടില്ല കേട്ടോ, കാരണം കുറച്ചുകൂടി സ്റ്റീപ്പ് സെക്ഷൻസ് ആയിരുന്നു. ഇതുപോലെ ടോപ്പിലെത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുക്കാൻ പോണ പോക്ക് കണ്ടപ്പോൾ എൻ്റെ കെട്ടിയവൻ എന്നോട് എന്താ പറഞ്ഞതെന്നറിയോ, നിനക്ക് നല്ല തൊലിക്കട്ടിയാണെന്ന്. എന്നാന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫുള്ള് കവർ ചെയ്തിട്ടും തണുക്കുന്ന ആള് എന്നെ എൻ്റെ ഡ്രസ്സും കണ്ട് ഷോക്കായി. ദേ ഈ അടിപൊളി വ്യൂ കണ്ട എൻ്റെ മേത്ത് ഇതൊന്നും തട്ടിയില്ല കേട്ടോ. എന്ത് രസമാണല്ലേ. ഇതൊക്കെ ഞാൻ മെയിനായിട്ട് ഇൻസ്റ്റയിൽ റീൽസ് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇതുവരെ ഒന്നും ഇട്ടിട്ടില്ല എന്ന് മാത്രം. എൻ്റെ കൂടെ നിങ്ങൾക്കും ഈ വ്യൂ എൻജോയ് ചെയ്യാൻ പറ്റിയല്ല. ഐ എം സോ ഹാപ്പി. ഞാൻ ആക്ച്വലി ഒരു പ്രീ പ്ലാനറാണ്. ജസ്റ്റ് ട്രിപ്സ് മാത്രമല്ല, മോസ്റ്റ് ഓഫ് ദി തിങ്സ്. ഈ ട്രിപ്പും അതുപോലെയാണ്. എവിടെയൊക്കെ പോകണം എന്നതും ഞാൻ മുൻപേ തന്നെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ടൈം കൺസ്ട്രെയിൻസ് കൊണ്ട് എല്ലാ പ്ലേസും പോകാൻ പറ്റിയില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ മാക്സിമം പ്ലേസസ് കവർ ചെയ്യാൻ ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ ഇതേ എൻ്റെ ചെക്കനെയും തള്ളിവിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചിറങ്ങി കേട്ടോ. എനിക്ക് കയറുന്നതിനേക്കാളും കൂടുതൽ ഡേഞ്ചറായിട്ട് തോന്നിയത് ഇറങ്ങുമ്പോഴായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങി വരാനായിട്ട്. ഡൗൺ എത്തുമ്പോൾ ഒരു സെപ്പറേറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഒരു മിഷൻ കംപ്ലീറ്റ് ആയ ഒരു ഫീലിംഗ്. ഇതേ അങ്ങ് ദൂരെ കാണുന്നതാണ് പാലസ് ഓഫ് ഹോളിവുഡ്. അതും കണ്ടേച്ചിട്ട് നമ്മളിതേ കിങ്സ് ഗാലറീൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയി. ദിസ് ഈസ് ദി ഐക്കോണിക് സെൻറ്റ് ഗൈൽസ് കത്തീഡ്രൽ. റോയൽ മൈലിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് ഹിസ്റ്ററിക് ചർച്ചാണിത്. ആർക്കിടെക്ചറും ഇൻറ്റീരിയറും കാണാൻ തന്നെ സോ ബ്യൂട്ടിഫുൾ. പിന്നെ ആ സ്ട്രീറ്റിൽ കൂടെ നടന്നപ്പോൾ ഈ സ്റ്റൈലിഷ് അങ്കിളിനെ കണ്ടു. ഫുൾ സെറ്റ് ട്രഡീഷണൽ ലുക്കിൽ വിത്ത് സ്കോട്ടിഷ് കെൽറ്റ്, ഹാറ്റ് ആൻഡ് ബാക്ക് പൈപ്പ്, എവറിഥിങ് ഓൺ പോയിന്റ്. എനിക്കറിയത്തില്ല ഇത് പെർഫോമൻസ് ആണോ പരേഡാണോ അതോ പുള്ളി നൈസായിട്ട് പുള്ളിയുടെ വെഡ്ഡിങ്ങിൽ നിന്ന് എസ്കേപ്പ് ചെയ്തതാണോ എന്ന്. പക്ഷെ സൗണ്ട് കേട്ടപ്പോൾ തോന്നിയത് ദിസ് ഈസ് ദ റിയൽ സ്കോട്ട്ലൻഡ്. ഇതാണ്ടേ ഇത് റോയൽ മൈലിലെ ഒരു ഫൺ സ്പോട്ടാണ് കേട്ടോ. മോളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര ഫണ്ണ് തോന്നത്തില്ല, പക്ഷെ അകത്തേക്ക് ചെല്ലണം ഫണ്ണ് തോന്നാൻ വേണ്ടിയിട്ട്. അതെ, ഞാൻ ഈ സ്പോട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നോക്കിയാൽ ദേ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതൊക്കെ കാണാം കേട്ടോ. അതും പോരെങ്കിൽ ഈ ബിനോക്ലോസിലേക്ക് കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഏത് പോയിൻ്റാണോ കൂടുതൽ സൂം ചെയ്ത് കാണേണ്ടത് അത് കാണാൻ പറ്റും കേട്ടോ. വെളിയിൽ നിന്ന് കാണുമ്പോൾ ഒരു മ്യൂസിയം പോലെ തോന്നിയാലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ് ഇല്യൂഷൻ വേൾഡ് തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു റിയൽ ഫേക്ക് കൺഫ്യൂഷൻ തന്നെയാണ്. ഇതുവരെ കണ്ടതിൽ വെച്ച് കുറച്ച് ഹൈലൈറ്റ്സ് മാത്രമാണ് ഇതൊക്കെ കേട്ടോ. ദിസ് ഈസ് ദ സ്പിന്നിങ് ടണൽ. സിമ്പിളായിരിക്കും ഓർത്ത് ഞാൻ കയറിയത്. നമ്മുടെ ബോഡി സ്ട്രെയിറ്റ് ആണ്, പക്ഷെ നമ്മുടെ മൈൻഡ് ഫുൾ സ്പിൻ ചെയ്യുന്ന പോലെ തോന്നും. ഇവിടെ ഈ മിറർ മീസ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഓൾഡ് മെമ്മറിയാണ് മനസ്സിൽ വന്നത് കേട്ടോ. സെയിം തിങ് ഞാൻ എൻ്റെ കുഞ്ഞായിരുന്നപ്പം ഐ ഹാഡ് ട്രൈഡ്. അന്ന് പുറത്ത് കിടക്കാനുള്ള വഴി അറിയാണ്ട് ഞാൻ കുറേ കഷ്ടപ്പെട്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. This here is the Scott Monument, one of the most iconic landmarks in Edinburgh. It's a huge Gothic style structure built in memory of Sir Walter Scott. കാണുന്നത് പോലെ തന്നെ it's really tall, and if you climb all the way to the top, you get an amazing panoramic view of the city. ഞാൻ ട്രൈ ചെയ്തില്ല, maybe next time. നമ്മൾ ട്രിപ്പ് എൻഡ് ചെയ്തത് ഈ കാൾട്ടൺ ഹില്ലിൽ വെച്ചിട്ടാണ്. ആക്ച്വലി സൺസെറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഇരുട്ടാവാൻ തുടങ്ങി. ഈവൻ ദോ ഞാൻ സൺസെറ്റ് വ്യൂ മിസ് ചെയ്തെങ്കിലും ദിസ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വ്യൂസ് ഐ ഹാവ് എവർ സീൻ. ദിസ് വാസ് എക്സാക്ട്ലി വാട്ട് ഐ നീഡഡ് ആഫ്റ്റർ എ ലോങ് ഡേ. ഐ എം എ ലിറ്റിൽ സാഡ് ദാറ്റ് ഇറ്റ്സ് ഓൾ ഓവർ, but I am taking back some really special memories with me.